വാട്ട്മാൻ, അവർ ഊർജം പാഴാക്കുന്ന ഓരോ നിമിഷവും ഞാൻ കൂടുതൽ ശക്തനാവുന്നു. ലൈറ്റ് ഓഫ് ചെയ്യാതെ വിടുന്നു, ഇന്ധനം കത്തിക്കുന്നു, AC മുഴുവൻ സമയവും ഓൺ. നീ ശക്തനാകുന്നത് അവരറിയാതെ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ്. അവർ മാറില്ല. അശ്രദ്ധയാണ് എന്റെ ഇന്ധനം. തെറ്റാണ്. ഒരു ബുദ്ധിമുട്ടുള്ള തീരുമാനമെങ്കിലും 1 യൂണിറ്റ് വൈദ്യുതി ലാഭിച്ചാലും നിന്റെ ശക്തി ക്ഷയിക്കും. നിനക്ക് ഊർജം പാഴാക്കൽ ഒരിക്കലും നിർത്താൻ കഴിയുകയില്ല. അതിനെനിക്ക് എന്റെ ജനങ്ങൾ മതി. ഡാ മിന്നലെ, കുറുക്കമൂലയിൽ എന്തൊക്കെയാ വിശേഷം? ലവനെ കൊന്ന ശേഷം മൊത്തം ഒരു സമാധാനമുണ്ട്. ഇപ്പൊ ഒന്ന് ശ്വാസം വിട്ടിരിക്കുക. അതൊക്കെ ശരി. പക്ഷേ നാട്ടിൽ പുതിയൊരു വില്ലൻ ഇറങ്ങിയിട്ടുണ്ട്, ഗസ്ലർ എന്നൊരുത്തൻ. സാധുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഊർജവും പണവും പാഴാക്കുന്നവൻ. അയ്യോ, എന്റെ ഹെൽപ്പ് വേണമെങ്കിൽ ഒരു വിളി മതി കേട്ടോ. തീർച്ചയായും മിന്നലെ. പക്ഷെ ഇപ്പം വേണ്ട, അവനെ എന്റെ കൂട്ടുകാർ തന്നെ കൈകാര്യം ചെയ്തോളൂ. അതിന് കൂട്ടുകാരുടെ എണ്ണം കൂടിയാലേ നടക്കൂ. അതിനാൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യൂ. ഞാനൊരു എനർജി അവഞ്ചേഴ്സ് ടീം ഉണ്ടാക്കിയാണ് മിന്നലെ. ഈ നാട്ടിലെ ഊർജ്ജം രക്ഷിക്കാൻ നീ എന്റെ കൂടെ നിൽക്കില്ലേ? തീർച്ചയായും വാട്ട്മാൻ. നാട് രക്ഷിക്കാനാണെങ്കിൽ മിന്നൽ മുറാലി എപ്പോഴും റെഡി. അളിയ, ഗസ്ലറിനെ തടയാൻ എന്താ അടുത്ത പ്ലാൻ? നീലി വേൾഡ് ടൂർ ഒക്കെ കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവളെ കാണാൻ പോവാ. നമ്മുടെ ടീമിൽ അവൾ കൂടി വേണം. സെറ്റ്. രാത്രി കാളിയങ്കാട്ട് നീലിയെ വെല്ലാൻ ആർക്കാവും? ആ പവർ കണ്ടാൽ ഗസ്ലർ ഒന്ന് വിയർക്കും. നീലി, എനിക്ക് നിന്റെ സഹായം വേണം. ഗസ്ലർ ഇപ്പൊ പഴയ പോലെയല്ല. എനർജി ലോസ് ആണ് അവന്റെ മെയിൻ ഫുഡ്. നാട്ടുകാർ പാഴാക്കുന്ന കറന്റും പെട്രോളും ഗ്യാസും എല്ലാം വലിച്ചെടുക്കും അവൻ. എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന റേഞ്ചിലല്ല കാര്യങ്ങൾ. ഞാനും കേട്ടു അവനെ പറ്റി. പക്ഷേ അതിന് ഞാൻ എന്തിനു കെയർ ചെയ്യണം? ഒന്ന് ആലോചിച്ചു നോക്കൂ. അവൻ പവർ ഗ്രിഡ് മൊത്തം വലിച്ചെടുക്കും. കറന്റ് പോയാൽ പിന്നെ നിന്റെ ഫ്രിഡ്ജിലിരിക്കുന്ന ആ ഫ്രഷ് ബ്ലഡ് എന്ത് ചെയ്യും? അയ്യോ, എന്റെ സ്ട്രോക്ക്. അത് ഞാൻ ഓർത്തില്ല. ഓക്കേ, ഐ മീൻ, വേറെ ആരൊക്കെയുണ്ട് എനർജി അവഞ്ചേഴ്സ് ടീമിൽ? മിന്നൽ മുരളി, പിന്നെ വേറെ 2 ശക്തി സ്രോതസ്സുകൾ കൂടിയുണ്ട്. അത് വഴിയെ പറയാം. കുറുക്കമൂലയിൽ ആ മിന്നൽ മുരളിയെ കാണാൻ പോയതൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ കാര്യമില്ല, ഫോൺ പോലും കയ്യിലില്ല. ഇനി ആരെ വിളിക്കാനാണ്? നിന്നെ രക്ഷിക്കാൻ ഇനി ആരും വരില്ല. വാട്ട്മാൻ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ കറക്റ്റ് ടൈമിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഗസ്ലർ എന്നെ തീർത്തേനെ. ഫോണില്ലെങ്കിലും രാത്രിയിൽ ശക്തി കൂടുന്ന ഒരു ഫ്രണ്ട് കൂടി ഉണ്ട് എനിക്ക്. നീലി. കള്ളിയങ്കാട്ടു നീലിയോ? ഇവളും നിന്റെ ആളാണോ? നീ എന്ത് കരുതി? ഞാൻ കുറുക്കമൂലയിൽ പോയത് മിന്നലിനെ മാത്രം കാണാനാണെന്നോ? എങ്കിൽ നിനക്ക് തെറ്റി. ഞാൻ കാണേണ്ടവരെയൊക്കെ കണ്ടിട്ട് തന്നെയാ വരുന്നേ. നിന്റെ ഈ ലാബ് കൊള്ളാലോ വാട്ട്മാൻ. എനിക്കൊരു ഗോഡ് ഫാദർ ഉണ്ട്. എന്റെ സ്യൂട്ടെല്ലാം അദ്ദേഹം തന്നതാണ്. ആഹാ, വലിയ പിടിപാടാണല്ലോ. പക്ഷേ ഈ സൂട്ടിന്റെ പവർ വെച്ചാണോ വാട്ട്മാന്റെ ഈ ഷോ? അതോ ഉള്ളിൽ വല്ലതും ഉണ്ടോ? സ്യൂട്ട് സേഫ്റ്റിക്ക് വേണ്ടിയാ മുരളി. പവർ അത് എന്റെ സ്വന്തമാ. സംശയം ഉണ്ടെങ്കിൽ വാ. എന്നാ വാ, നമുക്കൊരു കൈ നോക്കാം. ഓക്കെ, സൂപ്പർ സ്പീഡൊന്നും പാടില്ല, വെറും കൈക്കരുത്ത് മാത്രം. ഡീൽ ഡീൽ. 3, 2, 1, go. നീ കള്ളക്കളി കളിച്ചു. എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്തു. അതൊരു മസിൽ ട്വിച്ച് ആണ് അളിയ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ദൈവമേ, നമ്മുടെ എനർജി എക്സ്പേർട്ടിന്റെ ഫ്യൂസ് അടിച്ചു പോയല്ലോ. അത് മിന്നൽ ചീറ്റ് ചെയ്തതാ. അതൊക്കെ പോട്ടെ വാട്ട്മാൻ, നമുക്ക് സ്പീഡുണ്ട്, ടെക്നോളജി ഉണ്ട്. എന്നാലും ടീം പൂർണ്ണമായതുപോലെ തോന്നുന്നില്ല. എപ്പോഴാണ് ആ വലിയ മനുഷ്യൻ നമ്മുടെ കൂടെ ചേരുന്നത്? ശക്തിമാൻ വെറും ഒരു ഹീറോ മാത്രമല്ല നീലി. അതൊരു കാലഘട്ടമാണ്. ചെറിയ പ്രശ്നങ്ങളിലൊന്നും അദ്ദേഹം ഇടപെടില്ലായിരിക്കും. പക്ഷെ വിശ്വസിച്ചോ, നമുക്ക് ശരിക്കും ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം He will be there with us. ഹായ് ബോസ്. എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? എന്റെ പ്രിയപ്പെട്ട ശിഷ്യന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ അൾട്രാ സ്പീഡ് ജെറ്റ്. ആഹാ, ഫുള്ളി സോളാർ. ഞാൻ എന്നാ പോയിട്ട് വരാം ബോസ്. വാവ്, ദിസ് ഈസ് സൂപ്പർ കൂൾ. എത്ര പെട്ടെന്ന് കേരളം എത്തിയേ. എന്റെ ലാബും അൾട്രാ സ്പീഡ് ജെറ്റും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും തരണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോവല്ലേ. ഹലോ മിന്നൽ,
എന്തുണ്ട് വിശേഷം? അളിയ വാട്ട്മാനെ, നീ തിരക്കിലാണോ? ഇവിടെ കുറുക്കമ്മൂലയിൽ മഹോത്സവമാണ്. ഇന്നലെ തുടങ്ങി. നീ എന്തായാലും വരണം. നമ്മൾ കുറെ കാലമായില്ലേ ഒന്ന് കൂടിയിട്ട്. ആഹാ, ഉത്സവമാണോ? തിരക്കൊക്കെ ഉണ്ട്. പക്ഷെ നിന്റെ കാര്യമല്ലേ, ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം. ഓക്കെടാ, വേഗം വായോ. കുറുക്കമ്മൂല വരെ പോകാൻ ട്രാഫിക് ഉള്ള റോഡ് വഴി പോയാൽ നടക്കില്ല. എന്റെ ഗോഡ് ഫാദർ തന്ന ആ അൾട്രാ സ്പീഡ് ജെറ്റ് തന്നെ ഉപയോഗിക്കാം. അളിയ, ഇത് കൊള്ളാലോ. ഞാൻ കരുതി നീ KSRTC ബസ്സിൽ വരുമെന്ന്. ഇത് ഭയങ്കര സംഭവമായി പോയി. ഇത് ഗോഡ് ഫാദർ എന്ന ഗിഫ്റ്റ് ആണ്. അൾട്രാ സ്പീഡ് ജെറ്റ്. നിന്റെ സ്പീഡിനേക്കാൾ കുറച്ച് കൂടുതലുണ്ട് സ്പീഡ് ഇതിന്. ഓ തുടങ്ങി. നീ ആ ടെക് സംസാരം ഒന്ന് മാറ്റി വെച്ചിട്ട് വാ. ചെണ്ടമേളം കേക്ക്. അമ്മോ, എന്തോരം എനർജി ആളിയാ ഈ ഫെസ്റ്റിവലിനൊക്കെ ചെലവാക്കുന്നത്. ഈ കത്തുന്ന ലൈറ്റ്സ് എല്ലാം LED ലൈറ്റ്സ് ആണോ? എടാ, കൊറേയൊക്കെ LED ആണ്, പിന്നെ ചിലത് ആ പഴയ മഞ്ഞ ബൾബും ഉണ്ട്. ഉത്സവല്ലേ, ഒരു ആഘോഷമൊക്കെ വേണ്ടേ? ആഘോഷമൊക്കെ നല്ല തന്നെ. പക്ഷെ ഇങ്ങനെ അനാവശ്യമായ എനർജി ഉപയോഗിച്ചാൽ ആ ഗസ്ലർ മണം പിടിച്ചു വരും കേട്ടോ. അവൻ എനർജി വേസ്റ്റ് ചെയ്യുന്ന കണ്ടാൽ ചൊറിച്ചിൽ വരും. അല്ല, അവനത് ഇഷ്ടമാവും. നമുക്ക് പണി കിട്ടും. ഓ, ഒന്ന് പോടാ പുലി. അവനെ നമുക്ക് നോക്കാം. നീ വായോ. പതിവ് മാറ്റണം മിന്നലേ. ഞാൻ എൻ്റെ ഗോഡ് ഫാദറിന്റെ അടുത്ത് പോയപ്പോ അവിടെ എല്ലാം ലേസർ വെച്ചുള്ള പരിപാടിയാണ്. നല്ല കളർ, നല്ല രസം, കാണാനും ഹൈടെക് ആണ്. ലേസർ ഷോ അല്ലേ? അത് കൊള്ളാമല്ലോ ഐഡിയ. പൊല്യൂഷനും ഇല്ല, ചെലവും കുറവായിരിക്കും അല്ലേ? പിന്നെ അല്ലാതെ. നെക്സ്റ്റ് ടൈം നമുക്ക് അത് സെറ്റ് ആക്കണം. ഓക്കെ അളിയ, ഡൺ. അടുത്ത വർഷം നമുക്ക് കുറുക്കമ്മൂല ഫുള്ള് ലേസർ മയമാക്കാം. വാ വാ, നമുക്ക് വല്ലതും കഴിക്കണ്ടേ? എന്റെ വീട്ടിൽ പോവാം. അമ്മ നിനക്ക് വേണ്ടി സ്പെഷ്യൽ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ, കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു. വേഗം വാ മിന്നലേ. ആഘോഷം പൊളിക്കാം, പക്ഷെ എനർജി കളയല്ലേ. പൊല്യൂഷനും ശ്രദ്ധിക്കണേ. അപ്പൊ ലൈക്ക്, ഷെയർ, പിന്നെ മിന്നൽ വേഗത്തിൽ സബ്സ്ക്രൈബ്. ഊർജം, എനിക്ക് കൂടുതൽ ഊർജം വേണം. ഈ ലോകത്തെ മുഴുവൻ ഞാൻ ഊറ്റിക്കുടിക്കും. നിൽക്കവിടെ. ഇത് കൊച്ചിയാണ്, സൂര്യന്റെ സ്വന്തം വിമാനത്താവളം. ഇവിടെ നിന്റെ കളി നടക്കില്ല. നീയോ വെറും ഒരു ബാറ്ററി കളിപ്പാട്ടം? നിന്നെയും ഞാൻ വിഴുങ്ങും. ഇവന്റെ വിശപ്പ് എന്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമാണ്. എനിക്ക് സൂര്യാംശിയുടെ സഹായം വേണം. ശക്തിമാൻ, ഭൂമി അപകടത്തിലാണ്. അങ്ങയുടെ സഹായം വേണം. നിന്റെ ബാറ്ററി തീർന്നു വാട്ട്മാൻ. ഇനി ആര് വന്ന് നിന്നെ രക്ഷിക്കും? നിന്റെ കൂട്ടുകാരൊക്കെ ചത്തോ? എവിടുന്ന ഈ പാട്ട്? നീ എന്ത് കരുതി വാട്ട്മാൻ തനിച്ചാണെന്നോ? നാട്ടിൽ വന്ന് ഗുണ്ടായിസം കളിക്കുന്നു. അളിയ, സ്പീഡ് കൂടിയപ്പം ബ്രേക്ക് കിട്ടിയില്ല. ഇവന്റെ മുഖത്താണ് വന്നിടിച്ചത്. മിന്നലേ, നീലി. ശക്തിമാൻ. ശരീരം കൊണ്ടല്ല, മനക്കരുത്ത് കൊണ്ടാണ് യുദ്ധം ജയിക്കുന്നത്. ഇരുട്ടിന് വെളിച്ചത്തെ തൊടാൻ പോലും ആകില്ല. ഇതുകൊണ്ടൊന്നും ഞാൻ അവസാനിക്കില്ല. ഊർജം നശിക്കില്ല, അത് രൂപം മാറുകയേ ഉള്ളൂ. ഞാൻ തിരിച്ചു വരും. എന്നെ കൊല്ലാൻ നിനക്കാവില്ല. സാറേ, സമ്മതിച്ചു. ഞാൻ ഓടിക്കതച്ചു. സാർ ഒരിടത്തു നിന്ന് അനങ്ങാതെ പണി തീർത്തു. വേഗത നല്ലതാണ് മുരളി, പക്ഷെ കൺട്രോൾ അതിലും വലുതാണ്. ഇനി ആരെങ്കിലും വന്നാൽ നമ്മൾ 4 പേരും ഉണ്ടാവും. ടെക്നോളജി, സ്പീഡ്, മാജിക്, പിന്നെ യോഗ. നമ്മൾ ഇനി ഒരു ടീം, എനർജി അവഞ്ചേഴ്സ്. സെൽഫി എടുക്കാൻ ഇവിടെ ആരുമില്ലേ? ഞങ്ങളുടെ എനർജി അവഞ്ചേഴ്സ് ടീമിൽ ചേരാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തൂ. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് മിഷൻ. നല്ല കാര്യങ്ങൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. ഈ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഞാൻ എല്ലാം വായിക്കുന്നതാണ്. നിങ്ങൾ എന്നെ ചാരമാക്കിയെന്ന് കരുതിയോ? ദുഷ്ടതയ്ക്ക് ഒരിക്കലും അവസാനമില്ല, അത് രൂപം മാത്രം മാറ്റും. അവസാനം ഞാൻ എവിടെയാണെന്ന് അറിയാമോ?
മനുഷ്യന്റെ അശ്രദ്ധയും ലോഭവും തന്നെയാണ് എന്റെ പുതിയ ശക്തി. എണ്ണയും മാലിന്യവും നിങ്ങളുടെ തന്നെ പാപങ്ങൾ. ഇനിയെല്ലാം എന്റെ ശരീരത്തിൽ. നിങ്ങൾ എന്നെ തോൽപ്പിച്ചില്ല, നിങ്ങൾ എന്നെ മാറ്റി. ഇനി കുറച്ചുനാൾ യൂറോപ്പിലായിരിക്കും എന്റെ കളി. സ്പെയിൻ, ഞാൻ വരുന്നു. ഗസ്ലറിനെ തോൽപ്പിക്കാൻ നിങ്ങളുടെയും സഹായം വേണം. എന്റെ ടീമിൽ ചേരൂ. സബ്സ്ക്രൈബ് ചെയ്യൂ.